ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പൊളിച്ച് വൃത്തിയാക്കി. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അത് വെന്തിട്ടുണ്ട്, ഒരു 1/4 ഭാഗം വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും മാത്രമാണ് നമ്മൾ അരപ്പെടുക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം 2-ാം പാലും കൂടി ചേർത്ത് ബാക്കിയുള്ള 1/4 ഭാഗം വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഒരു 1/4 വേവേ കപ്പ ആക്കി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വറുത്ത് ചേർക്കണം, കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ടു, കറിവേപ്പിലയും ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ വറുത്ത് ചേർക്കുന്ന ഒരു കറിക്കൊക്കെ വറുത്ത് ചേർക്കുന്ന ആ ഒരു പരുവത്തിൽ മൂത്ത് കിട്ടണം. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഞാനൊരു ബൗളിലേക്ക് കോരിയെടുക്കുന്നുണ്ട്. ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് കോരിയെടുത്തത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഇനി നമ്മൾ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അത് കോരി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പാൽക്കപ്പയുടെ റെസിപ്പി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. അത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ബീഫാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.